ഇതാരാണെന്നറിയുമോ? ഇതാണ് വിഖ്യാത സയന്റിസ്റ്റായ സെബാസ്റ്റ്യൻ പുന്നക്കൽ. അദ്ദേഹം ഒരുപാട് കണ്ടുപിടുത്തങ്ങളാണ് ഈ ലോകത്തിന് വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് അറിയുമോ? പച്ചവെള്ളം കുടിച്ചാൽ മൂത്രമുണ്ടാവും, സ്വിമ്മിംഗ് പൂളിൽ തല മുക്കിവെച്ചാൽ ശ്വാസം മുട്ടും, AC ഉള്ള റൂമിൽ കിടന്നാൽ ശരീരം തണുക്കും, മലദൂരത്തിൽ കൂടെ വരുന്ന കാറ്റിന് സുഗന്ധമുണ്ടെന്ന് കണ്ടുപിടിച്ച വിഖ്യാത സയന്റിസ്റ്റും കൂടിയാണ് നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നക്കൽ. സ്വന്തം ഭാര്യയോട് റൊമാന്റിക് ആയിട്ട് സംസാരിക്കാൻ പോലും ഇദ്ദേഹത്തിന് സമയമില്ല. ഇദ്ദേഹം ഇപ്പോൾ ഇസ്ലാം മതത്തിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് ഇസ്ലാം മതത്തിൽ എന്തൊക്കെ താളപ്പിഴവുണ്ട് അതൊക്കെ ചൂണ്ടിക്കാണിക്കുവാനുള്ള എവിഡൻസ് കണ്ടുപിടിക്കുകയാണ് ഈ മാന്യ ഡോക്ടർ ജി. ഇദ്ദേഹം പറയുന്ന ഒരു വീഡിയോ നമുക്ക് കേൾക്കാം. മുഹമ്മദ് ആയിഷ വിവാഹം കഴിച്ചപ്പോൾ 6 വയസ്സായിരുന്നു എന്ന് തെളിവ് ഞാൻ തന്നു കഴിഞ്ഞാൽ മുഹമ്മദ് പെഡോഫിലി ആണെന്ന് പറയാൻ താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും? മുഹമ്മദ് നബി ആയിഷയെ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് 6 വയസ്സായിരുന്നുവെന്നും ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോൾ 9 വയസ്സായിരുന്നുവെന്നും ചില റിപ്പോർട്ടുകൾ നൽകിയാൽ അത് പെഡോഫീലിയ ആയി കണക്കാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഹദീസ് താങ്കൾക്ക് വേണ്ടി വായിക്കാം. ഓക്കെ, സഹിഹുൽ ബുഖാരി book number 67, hadith number 69, narrated by Aisha that the Prophet married her when she was 6 years old and he consummated his marriage when she was 9 years old and then she remained with him for 9 years, that is until his death. സോ ഈ ഹദീസ് പ്രകാരം ആയിഷയെ മുഹമ്മദ് വിവാഹം കഴിക്കുമ്പോൾ ആയിഷയ്ക്ക് 6 വയസ്സായിരുന്നുവെന്നും 9 വയസ്സായപ്പോൾ മുഹമ്മദ് വിവാഹം കൺസമ്മേറ്റ് ചെയ്തുവെന്നും വ്യക്തമായിട്ട് നമുക്ക് കാണാം. ഇത് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ നൽകിയ ഹദീസിൽ പറയുന്നതനുസരിച്ച് മുഹമ്മദ് നബി ആയിഷയെ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് 6 വയസ്സായിരുന്നു. 9 വയസ്സുള്ളപ്പോഴാണ് ദാമ്പത്യം ആരംഭിച്ചത്. ഈ പ്രായത്തിലുള്ള കുട്ടിയുമായി ലൈംഗിക ബന്ധം സ്ഥാപിക്കുന്നത് പെഡോഫീലിയ ആയി കണക്കാക്കാം. അപ്പോ ഇത്തരത്തിലൊരു കാര്യം ചെയ്ത ഒരാളെ പ്രവാചകനായിട്ട് കണക്കാക്കുന്നതിനകത്ത് ഇദ്ദേഹം ChatGPT ചോദിക്കുകയാണ്, മുഹമ്മദ് നബി ആയിഷയെ കല്യാണം കഴിക്കുമ്പോൾ 6 വയസ്സ്, അതായത് കല്യാണം നിശ്ചയം, ദാമ്പത്യം തുടങ്ങുമ്പോൾ 9 വയസ്സ്, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ChatGPT ചോദിച്ചപ്പോൾ ChatGPT പറഞ്ഞു തീർച്ചയായും അത് തെറ്റാണ്. അത് ഇന്നത്തെ കാലത്ത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ആയുസ് കുറവായിരുന്നു മനുഷ്യർക്ക്. അന്ന് ശരീരത്തിന്റെ വളർച്ച കൂടുതലായിരുന്നു, മനസ്സിന്റെ വളർച്ച വളരെ കൂടുതലായിരുന്നു. അങ്ങനത്തെ കാലഘട്ടങ്ങളിൽ അറേബ്യൻ സംസ്കാരങ്ങളിൽ ഈ ചെറുപ്രായങ്ങളിൽ കല്യാണം കഴിക്കാറുണ്ട്, അത് പതിവായിരുന്നു. പിന്നീട് മനുഷ്യന് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുമ്പോൾ ഇത് തെറ്റാണ്, തീർച്ചയായും തെറ്റാണ്. പക്ഷേ അന്നത്തെ കാലഘട്ടങ്ങൾ, അതായത് 1400 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ആയുസ് കുറവാണ്, അതുകൊണ്ട് പെട്ടെന്നുള്ള കല്യാണങ്ങൾ അന്ന് അനിവാര്യമായിരുന്നു. എന്തിന്? പേർഷ്യ, ചൈന പോലും 10-12 വയസ്സുകളിൽ കല്യാണം കഴിക്കുമായിരുന്നു. ഇവിടെ ഓർക്കേണ്ട ഒരു വിഷയം, ബദർ യുദ്ധത്തിൽ ആയിഷ ബീബി പങ്കെടുത്തിട്ടുണ്ട്. 13-നും 14-നും താഴെയുള്ളവർക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പാടില്ല. ഹിജ്റ 2-ാം വർഷത്തിലായിരുന്നു ആ ബദർ യുദ്ധം നടന്നത്. ബദർ യുദ്ധം നടക്കുന്നതിന്റെ ഏതാനും മുമ്പായിരുന്നു ആയിഷയെ മുഹമ്മദ് നബി വിവാഹം ചെയ്തത്. അപ്പോൾ ഓർക്കണം, 13-നും 14-നും വയസ്സിന് താഴെയുള്ളവർക്ക് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷേ ആയിഷ ബീവി ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു. അപ്പോൾ ആയിഷയുടെ വയസ്സ് 14-ന് മേലെയായിരുന്നു, 16-19 വരെ ആയിരുന്നു എന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ChatGPT ചോദിച്ചാൽ ആർക്കും മനസ്സിലാവും. അപ്പോൾ അന്നത്തെ കാലത്ത് വിവാഹം ചെയ്യാം. ChatGPT ചോദിച്ച ചോദ്യം ഇന്നത്തെ കാലഘട്ടത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതേസമയം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിവാഹം പോസിബിൾ ആണോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ChatGPT പെട്ട മണ്ടക കുത്തുമായിരുന്നു. എടാ സെബാസ്റ്റ്യൻ, തന്റെ കണ്ടുപിടുത്തം നിർത്തിവേ, എന്നിട്ട് താൻ തന്റെ ഭാര്യയോട് ഉല്ലസിക്കാൻ നോക്ക്, അല്ലെങ്കിൽ അവൾ വല്ലവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ താൻ ഒറ്റക്കാരൻ. ChatGPT ചോദിക്കുമ്പോൾ കാലഘട്ടങ്ങളും കൂടെ ചോദിക്കണം, എന്നിട്ട് വേണം അവിടെ പ്രസന്റ് ചെയ്യാൻ.